സർ, പ്രധാനമന്ത്രി വിഴിഞ്ഞം തുറമുഖം ഇന്ന് രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. മോദി ഇത്തവണ വന്നപ്പോൾ LDF സർക്കാരിനിട്ട് നല്ലൊരു കൊട്ടുകൊട്ടിയിട്ടാണ് പോയിരിക്കുന്നത്. മുഹമ്മദ് റിയാസ് കരച്ചിലോട് കരച്ചിലാണ്. ഈ റിയാസിനെന്താ ഇതിനകത്ത് കാര്യം? സാറ് പറഞ്ഞില്ലേ, ഈ ഒരു പോസ്റ്റ് ഉണ്ടില്ലേ, മുഹമ്മദ് റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. പല മാധ്യമങ്ങൾക്കും, എനിക്കൊന്ന് മീഡിയ ഓണിനാണെന്ന് അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. രാജീവ് ചന്ദ്രശേഖരനെ എന്തുദ്ദേശത്തിലാണ് വേദിയിലെത്തിയത്? ഞങ്ങളൊക്കെ ദാണ്ട് ഇവിടെ ഇരിക്കുകയാണ്. ഈ മഹാഭാരതത്തിലെ ഈ പാണ്ഡവരുടെ കൊട്ടാരമായ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കൗരവരെല്ലാവരും കൂടെ കെട്ടിച്ചമഞ്ഞ് പോകുന്നുണ്ട്. അവിടെ പോയി അവർക്ക് ദുര്യോധനും മറ്റുള്ളവർക്കൊക്കെ അമളി പറ്റുന്നുണ്ട്. ഈ വെള്ളം ഇല്ലാത്ത സ്ഥലത്ത് ചെന്നപ്പോൾ വെള്ളമുണ്ടെന്ന് തോന്നി വസ്ത്രങ്ങളെല്ലാം മുകളിലേക്ക് പൊന്തിച്ച് കയറ്റി. അപ്പോൾ ഈ ആ കൊട്ടാരത്തിൻ്റെ പ്രത്യേകതയാണ് സ്ഥലജല ഭ്രമമുണ്ടാകുക. പിന്നെ അത് കഴിഞ്ഞ് ശരിക്കും വെള്ളമുള്ള സ്ഥലത്ത് ചെന്നപ്പോൾ വെള്ളം കാണില്ല എന്നും വിചാരിച്ച് ഇവരെല്ലാം കൂടെ അതിനകത്ത് ചാടുന്നു, മേക്കപ്പെല്ലാം വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് റിയാസും കുടുംബവും പിണറായിയും കുടുംബവും എല്ലാം കൂടെ വിഴിഞ്ഞത്ത് പോയി പറ്റിയ അമളി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഓർക്കുകയാണ്, കുഞ്ചൻ നമ്പ്യാരെന്നൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ റിയാസിനെയൊക്കെ എങ്ങനെ ഇട്ട് വർണ്ണിച്ചു കൊണ്ടുവന്നിരുത്തിയേനെ. ഇവരൊക്കെ നമ്പ്യാരും VKനും ഒക്കെ ജീവിച്ചിരിക്കേണ്ടത് ഈ കാലത്തായിരുന്നല്ലോ എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. ഇല്ല, ഇതിൽ നമ്മൾ പറയേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. കാരണം മുഹമ്മദ് റിയാസ് പറയുന്നത് സംസ്ഥാന അധ്യക്ഷൻ, BJPയുടെ സംസ്ഥാന അധ്യക്ഷന് എന്താണ് ഇവിടെ കാര്യം? പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഡയറക്റ്റാണ് അദ്ദേഹത്തിന് ഇത്തരത്തിൽ വേദിയിലിരിക്കാനുള്ള ഇരിപ്പിടം തയ്യാറാക്കിയിരിക്കുന്നത്. ഞങ്ങൾ ധനമന്ത്രി ഇരിക്കുന്നു, അദ്ദേഹത്തിന് പോലും ക്ഷണമില്ല. ഞങ്ങളൊക്കെ പിന്നെ പോട്ടെ, മന്ത്രിമാരെ എല്ലാവരെയും കൂടെ ക്ഷണിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ BJP അധ്യക്ഷൻ എന്തിനാണ്? അദ്ദേഹം അവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് കണ്ടില്ലേ? എന്നൊക്കെയുള്ള തരത്തിലുള്ള വിവിധ വിമർശനങ്ങളാണ് മുഹമ്മദ് റിയാസ് ഉയർത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് താഴെ വേദിയിലിരിക്കുമ്പോൾ ഉയർന്നിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരനെ അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല അവർക്ക്. ഈ കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന ചടങ്ങിൽ അന്നും നരേന്ദ്രമോദിയായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത്. മോദി കുറച്ച് ദൂരം യാത്ര ചെയ്തു. അപ്പോൾ അതിൽ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, അതിനോടൊപ്പം തന്നെ അന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കുമ്മനം രാജശേഖരനും ഉണ്ടായി. അതിനെ ചൊല്ലിയും ഇവർക്കൊക്കെ കുറേ പേർക്ക് ഹാലിളകിയതാണ്. അവരൊരു കാര്യം മനസ്സിലാക്കാത്ത എന്ത്, ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടി, ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്, ആ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ഇത് സുരേന്ദ്രനൊന്നും അല്ല, ഇത് രാജീവ് ചന്ദ്രശേഖറാണ്. രാജീവ് ചന്ദ്രശേഖറിന് PMO വഴി തന്നെ വന്നതാണ് വേദിയിൽ ഇരുത്തണം എന്നുള്ളത്. വേദിയിൽ ഇരുത്തതിൽ യാതൊരു തെറ്റുമില്ലെന്നുള്ളതാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ ഒരു കാര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ജയിച്ചാലും തോറ്റാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഈ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ. ജയിച്ചാലും തോറ്റാലും. അത് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഓർത്തത്. കുറേ നാളിന് ശേഷം ഇന്ന് തരൂരിനെ കണ്ടു കേട്ടോ. തരൂർ നായർ, അങ്ങനെ വേണം പറയാൻ. കാരണം പെരുന്നേലെ നായർ സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട് നായരാണെന്നുള്ള തരൂർ. അതുകൊണ്ട് നമ്മളും അങ്ങനെ വേണം പറയാൻ, തരൂർ നായർ. അദ്ദേഹത്തെ ഇന്ന് കണ്ടു. തിരുവനന്തപുരത്ത് എന്തെങ്കിലും പ്രധാനമന്ത്രിയോ അങ്ങനെയുള്ള ചടങ്ങുകൾ ഉണ്ടെങ്കിൽ മാത്രമേ വരികയുള്ളൂ. ഈ കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് ഇങ്ങനെ എടുപ്പ് കുതിര മാതിരി കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ടായിരുന്നു. പ്രസംഗിക്കാനൊന്നും അവസരം കിട്ടിയില്ലെന്ന് തോന്നുന്നു. പിന്നെ AA റഹീമും ജോൺ ബ്രിട്ടാസും ഒക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പം ഈ ഇവർക്കൊക്കെ എന്താണ് ഇത്ര കുഴപ്പം, എന്താണ്? അപ്പോൾ അന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ കാര്യം മനസ്സിലാക്കണം. അപ്പം ചോദിക്കും, രാജീവ് ചന്ദ്രശേഖറാണോ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം ഇത് കൊണ്ടുവന്നത്? അല്ല, ഇവരാരും ഒന്നും അല്ല, ക്രെഡിറ്റ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ അതിൻ്റെ ഒരു ചരിത്രം നോക്കുമ്പോൾ സർ CP ആലോചിക്കണം. സർ CP ഒക്കെ വലിയ വികസന നായകനായിരുന്നു. CP ഒക്കെ നമ്മൾ ഇവിടുന്ന് CPയെ വെട്ടിയ നാടാണ് എന്നൊക്കെ മുദ്രാവാക്യം വിളിക്കുമെങ്കിലും CPയിലൊരു വികസന കാഴ്ചപ്പാടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷമൊക്കെ ഇത് 6-ാം നൂറ്റാണ്ട് മുതൽ ഇത് വിഴിഞ്ഞം തുറമുഖം ഉണ്ടായിരുന്നതാണ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കെ കരുണാകരൻ ഇതിനകത്തൊരു നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. അന്ന് തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന MV രാഘവൻ. ഈ MV രാഘവൻ്റെ ശ്രദ്ധയിൽ ഇത് കൂടുതലായിട്ട് പതിഞ്ഞെന്ന് ചോദിച്ചാൽ, അന്ന്
ഇപ്പം വിഴിഞ്ഞത്തിന് വേണ്ടി ഒരുപാട് സമരം ചെയ്ത കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനായ ഏലിയാസ് ഇതിനു വേണ്ടി ഒരുപാട് അധ്വാനിച്ചു. അദ്ദേഹം അന്ന് ദൂരദർശനിൽ ചെയ്ത ഈ ജാലകം എന്ന് പറയുന്ന പരിപാടിയിൽ ഈ വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ MBRന്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അത് 95 കാലഘട്ടത്തിലായിരുന്നു. അത് അവിടുന്ന് പിന്നെ അങ്ങോട്ടൊരു ആക്കം കൂടി എന്നുള്ളതാണ്. പിന്നെ ഉമ്മൻചാണ്ടിയുടെ സമയത്ത് അതിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് കടന്നു എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും LDF സർക്കാർ അപ്പോഴും ഈ പറഞ്ഞ പിണറായി വിജയൻ ഉൾപ്പെടെ ഇതിനെതിരായിട്ടാണ് നിന്നത്. അല്ലെ, അന്ന് നിന്നു. പക്ഷെ പിന്നീട് ഭരണത്തിൽ വന്നപ്പോൾ വേണമെങ്കിൽ അതങ്ങ് സ്റ്റോപ്പ് ചെയ്യാമായിരുന്നു. അത് ചെയ്തില്ല. അതിന്റെ പദ്ധതി തുടർന്നു. അപ്പോൾ ഒരല്പം ക്രെഡിറ്റ് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഏതായാലും ഈ അസഹിഷ്ണുത സഹിക്കാൻ മുഹമ്മദ് റിയാസ് അതെ, അല്പം ക്രെഡിറ്റ് കൊടുക്കാമായിരുന്നു. ഇവരെല്ലാം പിടിച്ച് വേദിയിലിരുത്താൻ ഇരുന്നല്ലോ. കുറച്ച് ദിവസം മുമ്പ് അമ്മായിയപ്പനും അമ്മായിയമ്മയും മരുമകനും മോളും കൊച്ചുമോനും എല്ലാം കൂടെ പടകളെല്ലാം കൂടെ വന്നിരുന്ന് പിന്നെ നമ്മുടെ നികുതി പണം എല്ലാം മുഴുവൻ എടുത്ത് ചാപ്പിട്ടിട്ട് പോന്ന കണ്ടല്ലോ. അത് എന്ത് തോന്നിയ ദിവസമാണ് കാണിച്ചത്? അല്ല, അതിനും പറയുന്നത് അതിനെന്താ കൊണ്ടുവന്നാൽ എന്താ പ്രശ്നം, കൊച്ചുമോനെ കൊണ്ടുവന്നാൽ എന്താ പ്രശ്നം? അപ്പോൾ റിപ്പോർട്ടർ ചോദിക്കും, അപ്പൊ ഞാൻ പണ്ട് എക്സിബിഷനിലൊക്കെ ആയിരുന്നപ്പോൾ കൈക്കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ കൊണ്ടുപോയിരുന്നല്ലോ. അപ്പോൾ റിപ്പോർട്ടർ ചോദിക്കുന്നു, അത് എക്സിബിഷൻ ആണ് CMA, ഇത് ഒരു ഇന്ത്യയുടെ വികസന പദ്ധതിയാണ്, വിഴിഞ്ഞം പോലുള്ള പ്രധാനപ്പെട്ട ഒരു വേദിയുടെ പദ്ധതിയാണ്. അവിടെ ഇത്തരത്തിലുള്ള ഒരു അവലോകന ഇത് നടക്കുമ്പോൾ ഇത് കൊണ്ടുവന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ കുഴപ്പം? ഞങ്ങളങ്ങനെ സമ്മേളനമൊന്നും അല്ല നടത്താൻ വന്നേ, ഞങ്ങൾ അവിടെ കാണാൻ വേണ്ടി വന്നേ. ഇത്രയും ഉദ്യോഗസ്ഥരുടെ ഇടയിൽ എന്ത് കാണാനാണ്? അവിടെ ഇത് നടത്തുകയാണ്. ഓർഡർ ഇട്ടുണ്ടോന്നുണ്ട് സംശയമുണ്ട്. എന്തായാലും ഇപ്പോൾ മോദി ഇപ്പോൾ കൃത്യമായിട്ട് LDFന് ഒരു കുത്തുകുത്തിയും കൂടാണ് പോയിരിക്കുന്നത്. കാരണം ഇന്ത്യ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, VN വാസവൻ ഇപ്പോൾ പുതിയൊരു പേരും കൂടെ വന്നിട്ടുണ്ട്. കാരണഭൂതൻ കപ്പിത്താൻ, ഇനിയിപ്പോൾ പുതിയൊരു പേര് VN വാസവൻ ഇട്ടിട്ടുണ്ട്, കർമ്മയോഗി. അപ്പം പിണറായി വിജയൻ ഈ കർമ്മയോഗി എന്നൊക്കെ പറയുമ്പോൾ മലയാളം പറയുമ്പോൾ ഏതായാലും മോദിക്ക് എൻ്റെ ട്രാൻസ്ലേഷനും ഉണ്ടായിരിക്കും. മാത്രമല്ല കർമ്മയോഗി ഒരു ഹിന്ദിയുമായിട്ട് ടച്ച് ചെയ്യുന്ന പദമാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് മോദി അവസാനം ഒരു കുത്തിയിട്ടുണ്ട്. അതെ, ഇന്ത്യ സഖ്യത്തിലെ പ്രധാന വ്യക്തികൾ ശശി തരൂരും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രധാന വ്യക്തികൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇന്ന് പലരുടെയും ഉറക്കം നഷ്ടപ്പെടും എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ LDF സർക്കാരിനിട്ടൊരു ഞോണ്ട് തന്നെയാണ് മോദി കൊടുത്തത് ഇന്ത്യ സഖ്യത്തിലെ. കാരണം അദാനിയാണ് ഇത് പണിയഴിപ്പിച്ച്. അങ്ങനെയെങ്കിൽ ഇന്ത്യ സഖ്യത്തിലെ പലർക്കും ഇന്ന് ഉറക്കം നഷ്ടപ്പെടും. അതിനിടയ്ക്കൂടെ VN വാസവന്റെ ഒരു പ്രസംഗത്തിൽ ഇത്രയും കൂടെ പരാമർശിച്ചിരുന്നു. തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, അദാനി ഞങ്ങളുടെ പാർട്ണറാണ്, ഞങ്ങളുടെ സുഹൃത്താണെന്നുള്ള രീതിയിൽ. അപ്പം ഇത്തരത്തിൽ അദാനിയെ പോലുള്ളൊരു മുതലാളിത്തത്തിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ണർ എന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. മാറ്റമുണ്ടാകട്ടെ എന്നുള്ള 2 കുത്തുകളൊക്കെ കൊടുത്തിട്ടാണ് പ്രധാനമന്ത്രി ഇവിടുന്ന് വിട്ടുപോയിരിക്കുന്നത്. ഇത് ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ പരിഭാഷ ചെയ്തിരുന്ന അത് സർക്കാരിൻ്റെ PRD എന്നുള്ള ആരെങ്കിലും ആയിരിക്കാം. പക്ഷേ അദ്ദേഹം എയർലൈൻസ് എന്നൊക്കെ പറഞ്ഞ് അത് മാറ്റി തിരുത്തി, ഒരു പക്ഷേ അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. അവിടെയും മോദി പറയുന്ന ഒരു തഗ്ഗുണ്ട്, അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല എന്നുള്ളത്. ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവോടുകൂടി ഇവർക്കൊക്കെ പിന്നെ കേരളത്തിൽ വലിയൊരു ഭയമാണ്, പ്രത്യേകിച്ച് CPMന്, കോൺഗ്രസ്സിന്. ഇപ്പോൾ ഇവിടെ വേദിയിലൊക്കെ ഇരിക്കുകയും കൂടെ ചെയ്യുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിലൂടെ കേരളത്തിൽ BJP നേടാൻ പോകുന്ന ഇടം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരാശങ്കയും വേവലാതിയുമാണ്. വേവലാതി മാത്രമല്ല സാർ, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പ്രധാനമന്ത്രി ഇത്തരത്തിൽ കേരളത്തിൽ വരണം. കാരണം ഇവർക്കൊക്കെ ഒരു ധാർഷ്ട്യമുണ്ട്. ഞങ്ങളങ്ങ് രാജ്യഭരണമാണ്, ഞങ്ങൾ തീരുമാനിക്കുന്നതാണ് എല്ലാം നടക്കുന്നത്. പക്ഷെ അതാത് ഇരിപ്പിടങ്ങളാണ് നിങ്ങൾക്കുള്ളത്. ആ ഇരിപ്പിടങ്ങൾ മറന്ന് ഒന്നും ചെയ്യാൻ നിങ്ങൾക്കാവില്ല. കാരണം രാജ്യത്തിൻ്റെ പരമോന്നത അധികാരം നിങ്ങളുടെ കയ്യിലല്ല. ഇത് വെറും ഒരു ചെറു സംസ്ഥാനത്തിൻ്റെ ഒരു ചെറിയ അധികാരം മാത്രമേ ഉള്ളൂ. ഇത് ജനാധിപത്യ രാജ്യമാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് LDF സർക്കാരിനെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് എന്തുകൊണ്ട് നന്നായി എന്നല്ലേ എനിക്ക് തോന്നുന്നു. പിന്നെ ഇവരുടെ ഒക്കെ ധാരണ എന്ന് പറയുന്നത്, ഇപ്പം റിയാസിനൊക്കെ അവിടെ കയറിയിരിക്കണം, അമ്മായിയപ്പൻ എല്ലായിടത്തും കയറ്റിയിരുത്തുന്നത് പോലെ ഇവിടെ അങ്ങ് കയറിയിരിക്കാമെന്നാണ് നമ്മുടെ DYFIയുടെ ആഗോള നേതാവായിരുന്ന റിയാസിൻ്റെ ധാരണ. അപ്പോൾ ആ തരത്തിൽ അവിടെ ഇരിക്കാനുള്ള യോഗ്യത തനിക്കായിരുന്നു എന്നാണ് റിയാസിൻ്റെ കണക്കുകൂട്ടൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.